ഇന്ത്യയിൽ അബോർഷൻ ലീഗലാണ്. പക്ഷേ അബോർട്ട് ചെയ്യാൻ എളുപ്പമാണോ ഇന്ത്യയിൽ? ഒരിക്കലും അല്ല. കാരണം ഗൈനക്കോളജിസ്റ്റ് ഭയങ്കരമായിട്ട് മോറലി പോലീസ് ചെയ്യും. ഇത് തീരുമാനിക്കുന്നതാണ് നമ്മൾ പ്രസവിക്കണോ വേണ്ടയോ ഗർഭിണികളാവണോ ഈ പ്രസവം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഇന്ത്യയിൽ നമുക്ക് അബോർഷൻ റൈറ്റ്സ് ഉണ്ടായിട്ട് തീരുമാനിക്കുന്നത് ഗൈനക്കോളജിസ്റ്റ് ആണ്. ഇവർ പറയുന്ന അനുസരിച്ചിട്ട് ഒരു സ്ത്രീക്ക് അബോർഷൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ നാട്ടിൽ. ബിക്കോസ് ഗൈനക്കോളജിസ്റ്റുകൾ അത് അനുവദിക്കുന്നില്ല. ഹ്യൂമൻ റൈറ്റ് ആണെങ്കിൽ പോലും കണ്ടിന്യൂ ചെയ്യാനായിട്ട് പ്രഷറൈസ് ചെയ്യുന്നു. ഏറ്റവും ദുഷ്ട കഥാപാത്രങ്ങൾ അവരാണെന്നാണ് പറയുന്നത്. ഈ അബോർഷൻ എന്നൊരു വാക്കിനെ കുറിച്ചിട്ട് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാവില്ലേ? അതൊന്നും ഇവിടെ കമന്റ് ചെയ്തേക്കണേ. അപ്പൊ അറിയാം ഡോക്ടർ ആയാലും പേഷ്യന്റ് ആയാലും ഓരോ വ്യക്തിയുടെയും ചിന്താഗതി വേറെയാണെന്ന്. 2021 തൊട്ടിട്ട് MTP ആക്ടിൽ ഭേദഗതി വരുത്തി സുപ്രീം കോടതി ഇതൊരു ഹ്യൂമൻ റൈറ്റ് ആക്കി മാറ്റിയിരുന്നു. കോടതി വിധിച്ചതല്ലേ, അങ്ങ് മരുന്ന് കൊടുത്താൽ പോരെ എന്നാണ് ഇവരുടെയൊക്കെ നിലപാട്. അബോർഷൻ ഇസ് എ ഹ്യൂമൻ റൈറ്റ്. പക്ഷെ മറന്നു പോകുന്ന ഒന്നുണ്ട്, ഈ റൈറ്റ്സ് എല്ലാവർക്കും ഉണ്ട്. ഡോക്ടർ ഒരു മനുഷ്യനാണ്, അവർക്ക് മോറൽ വാല്യൂസ് ഉണ്ടാവും. ഏത് കേസ് ചൂസ് ചെയ്യണമെന്ന റൈറ്റ് ഡോക്ടറിനുണ്ട്. ഇനി ആ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ കാര്യം എടുത്താൽ ലോകത്തോട്ട് വരണം എന്ന റൈറ്റ് ആ കുഞ്ഞിനും ഇല്ലേ? ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഒരു അൺവാണ്ടഡ് പ്രഗ്നൻസി ആയിട്ട് മുന്നോട്ട് പോയി നിങ്ങളുടെയും ആ കുഞ്ഞിന്റെയും ലൈഫ് കളയണം എന്നൊന്നുമല്ല. അതിനോട് യോജിക്കുന്നുമില്ല. പ്രഗ്നൻസി എപ്പോഴും പ്ലാൻഡ് ആയിരിക്കണം എന്ന് തന്നെയാണ് പറയാറ്. പക്ഷേ സൊസൈറ്റിയിൽ കാണുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സ്റ്റെറിലൈസേഷൻ, കോൺട്രാസെപ്ഷൻ എന്നുള്ള കാര്യങ്ങൾക്ക് ഞാൻ ഊന്നൽ കൊടുക്കുന്നതും ഇതിനാണ്. അവിടെയൊക്കെ ഇത്തിരി ശ്രദ്ധ കൊടുത്ത് അൺവാണ്ടഡ് പ്രഗ്നൻസീസ് ഒഴിവാക്കാം. സുരക്ഷയില്ലാതെ ബന്ധപ്പെട്ടാൽ പ്രഗ്നന്റ് ആവുമെന്നുള്ള ബോധം ഉണ്ടാക്കാം. ഇനി അങ്ങനെ ബന്ധപ്പെട്ടിട്ട് പീരീഡ് മിസ്സായാൽ എനിക്ക് അങ്ങനെയാണെന്നും പറഞ്ഞിരിക്കാതെ പ്രഗ്നൻസി ആണോ എന്ന് വേഗം ടെസ്റ്റ് ചെയ്ത് കൺഫേം ആക്കാം. OP കാണുന്ന കാഴ്ചയാണ്. ഇതൊന്നും ചെയ്യാതെ ഹാർട്ട് ബീറ്റും കൈയും കാലും ഒക്കെ വെച്ചൊരു കുഞ്ഞിനെയും കൊണ്ട് OP വന്നിട്ട് ഞാനിത് പ്രിപ്പയർഡ് അല്ല, എനിക്കിത് വേണ്ട എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകളെ കാണുമ്പോൾ അവർക്ക് വിഷമമില്ലെങ്കിലും നമ്മുടെ മനസ്സ് വേദനിക്കാറുണ്ട്. കാരണം എന്താണോ, ഞങ്ങൾ 2-3 ലക്ഷം ചെലവാക്കി IVF ചെയ്ത് 10-15 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവരുടെ ദൈന്യത സ്ഥിരം കാണുന്നവരാണ്. കൂടാതെ 6 ആഴ്ച കഴിഞ്ഞ് കുഞ്ഞു ഹൃദയം ഇടിക്കുന്നതും കൈകാലിട്ടിളക്കുന്നതും സ്കാനിൽ കാണുന്നവരുമാണ്. അങ്ങനെ വരുന്ന ഓരോ പ്രഗ്നൻസിയും കളയുന്നതിൽ കൂട്ടു നിൽക്കേണ്ടി വരുന്നതിന്റെ ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്നവരും കൂടിയാണ്. ആ വേദന ഞങ്ങളും കാണിക്കും. ഓരോ ഗൈനക്കോളജിസ്റ്റിന്റെ OPയിൽ MTPക്ക് വേണ്ടി ഒത്തിരി പേര് വരാറുണ്ട്. എന്റെ കാഴ്ചപ്പാടിൽ ഹാർട്ട് ബീറ്റ് ഒക്കെ വരുന്ന മുന്നേ ആണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്തു കൊടുക്കാറുള്ളൂ. ഹാർട്ട് ബീറ്റ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഞാൻ അവരെ കൗൺസിൽ ചെയ്ത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അത് ചെയ്യുന്ന സ്ഥലത്തേക്ക് സേഫ് ആയിട്ട് റെഫർ ചെയ്യാണ് ചെയ്യാറ്. ബിക്കോസ് ഇപ്പോൾ അത് ഹ്യൂമൻ റൈറ്റ് ആണ്. ഒരു ഗൈനക്കോളജിസ്റ്റ് ഡിനൈ ചെയ്ത് ഏതെങ്കിലും മരുന്ന് കഴിച്ച് അവർക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ ലീഗൽ ഇഷ്യൂസ് വരെ നമ്മുടെ പേരിൽ വരാവുന്ന ഒരു കേസ് ആണെന്ന് കൂടി മനസ്സിലാക്കുക. അപ്പൊ ഞങ്ങളുടെ നിസ്സഹായാവസ്ഥ എത്രമാത്രം ഉണ്ട്. ഇനിയിപ്പോൾ കൂളായിട്ട് നമ്മൾ അബോർഷൻ ചെയ്ത് കൊടുത്താലോ? നിങ്ങളിൽ എത്ര പേര് അബോർഷൻ ചെയ്യുന്ന ഡോക്ടേഴ്സിനെ ഒരു ചീത്ത കണ്ണോടെ നോക്കി കാണാറുണ്ട്? ഫാർമസിയിൽ നിന്ന് പോലും MTP പ്രിസ്ക്രിപ്ഷൻ കണ്ടിട്ട് ഈ ഡോക്ടർ ഇതൊക്കെ ചെയ്തു കൊടുക്കുമോ എന്ന് നെറ്റിച്ചുളിച്ച് ചോദിച്ചവരുണ്ട്. ശിശു മരണ നിരക്ക് കുറഞ്ഞു എന്നൊരു ഭാഗത്ത് വരുമ്പോൾ നിങ്ങൾക്കറിയുമോ, വയറ്റിനുള്ളിൽ വെച്ച് അബോർഷൻ എന്ന പേരിലെ കൊലപാതകങ്ങൾ ഓരോ വർഷവും എത്ര ഇരട്ടിയായിട്ടാണ് വർദ്ധിക്കുന്നതെന്ന്? ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, ഞങ്ങൾ ആരെയും വീട്ടിൽ പോയിട്ട് അബോർഷൻ ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തുന്നില്ല. അബോർഷൻ അവരുടെ ഹ്യൂമൻ റൈറ്റ് ആണ്. പക്ഷെ ചെയ്തു കൊടുക്കുന്ന ഡോക്ടർ മോശക്കാരി. ഒരു സൈഡിൽ അബോർഷൻ വേണ്ടവർ പറയാണ് ഇത് നിങ്ങളുടെ ജോബാണ്, ചെയ്തു തരണം. മറ്റേ സൈഡിൽ അബോർഷൻ ചെയ്യുന്നതിനെ കളിയാക്കുന്നവരോട് പറയണം ഇത് ഞങ്ങളുടെ ജോബായി പോയി, ചെയ്യേണ്ടി വരികയാണ്. ഞങ്ങളുടെ ഒരു അവസ്ഥയെ. ട്രൈ ടു അവോയ്ഡ് അൺനെസസറി പ്രഗ്നൻസീസ്. ഗിവ് ഇമ്പോർട്ടൻസ് ടു കോൺട്രാസെപ്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ. നിങ്ങളുടെ ചിന്താഗതി എന്താണെന്ന് ഒന്ന് കമന്റിൽ പറയണേ.